ശബരിമല സ്വർണ്ണമോഷണത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് ശബരിമല മോഷണത്തിൽ നടന്നിരിക്കുന്നത് 500 കോടി രൂപയുടെ ഇടപാട് എന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായുള്ള ബന്ധം സത്യമാണെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിന് കത്ത് നൽകിയിരിക്കുകയാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട ഒരു നേതാവും MLAയും എന്നൊക്കെയുള്ള രീതിയിൽ ചെന്നിത്തലയുടെ കത്ത് കണ്ടില്ല എന്ന് നടിക്കാൻ അന്വേഷണ സംഘത്തിനും കഴിയില്ല. അവർ അതുകൊണ്ട് തന്നെ അത് കോടതിക്ക് കൈമാറാൻ നിൽക്കുകയാണ്. ഹൈക്കോടതിയാണ് ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ കാര്യത്തിലാണ് ഇനി തീരുമാനമാകാൻ പോകുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം ഈ വഴിക്കുകൂടി മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ കത്തിൽ ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ശബരിമല കേസിൻ്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇതെത്തി നിൽക്കുന്നത് വലിയൊരു കൊള്ള സംഘമാണ് ഈ സംസ്ഥാനം തന്നെ ഭരിക്കുന്നത് എന്നുള്ള നിലയിലേക്കാണ്. ഇത്തരം പൗരാണിക സാധനങ്ങൾ, ദിവ്യ വസ്തുക്കൾ ഇതൊക്കെ മോഷ്ടിച്ച് കടത്തി അന്താരാഷ്ട്ര കരിഞ്ചതയിൽ എത്തിക്കുന്നവരെ കുറിച്ച് നേരിട്ടുള്ള അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വളരെ വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഈ കത്ത് നൽകിയിരിക്കുന്നത്. എല്ലാ തെളിവുകളും അദ്ദേഹം പുറത്ത് വിടാൻ വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ ഇപ്പോൾ തയ്യാറായില്ല ചെന്നിത്തല. അത് കോടതിയിൽ വെളിപ്പെടുത്താനിരിക്കുകയാണ് അദ്ദേഹം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള അറിയിപ്പും ചെന്നിത്തല നൽകിയിരിക്കുന്നു. കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല കത്ത് സഹിതം SITയെ അറിയിച്ചതോടെ അതിൽ നിന്നും ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രമുഖർ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല. ആ കത്ത് അവർ ഹൈക്കോടതിക്ക് കൈമാറാനാണ് സാധ്യത. മാത്രമല്ല ഇതിനെപ്പറ്റി മൊഴി നൽകാൻ താനും കോടതിയുടെ കൂട്ടിൽ കയറാമെന്ന് ചെന്നിത്തല അങ്ങോട്ടാവശ്യപ്പെട്ടതോടെ കള്ളന്മാരുടെ പണിപാളി എന്ന് തന്നെ ഉറപ്പിക്കാം. ശബരിമല സ്വർണ്ണമോഷണം ഒരു സാധാരണ മോഷണമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനമുള്ള ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ ഈ കേസിലെ വെറും സഹപ്രതികൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇവർ കൂട്ടുകച്ചവടക്കാർ മാത്രമാണ്. ഇതിൻ്റെ മുഖ്യ സംഘാടകർ, മുഖ്യ പ്രതികൾ ഇപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത്. ആ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ്. ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂർ എന്ന് നമുക്കറിയാം. ആ സംഘത്തിൻ്റെ രീതികളുമായി ശബരിമല സ്വർണ്ണമോഷണ സംഘത്തിൻ്റെ രീതികൾക്കും സാമ്യമുണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നായിരുന്നു. അതാണിപ്പോൾ ചെന്നിത്തലയുടെ കത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിൻ്റെ ഭാഗമാണ് എന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറയുകയാണ്. ഇതെല്ലാം അദ്ദേഹം പുറത്തുവിടാൻ പോവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താനായില്ല എന്നത് തന്നെ ഈ വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധിക്കുമെന്നും
എല്ലാം കോടതിയിൽ വ്യക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ വ്യക്തമായി പറയുകയാണ്. അതായത് പറഞ്ഞിരിക്കുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളും യാത്രകൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ബാഗുകളെ കുറിച്ചുള്ള സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും ഇതെല്ലാം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയും മറ്റ് ചില CPM പ്രമുഖരും ആരൊക്കെയാണ് വിദേശത്ത് കാണാൻ പോകുന്നത് എന്നുള്ളതും ചർച്ചയായി കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, രമേശ് ചെന്നിത്തലയുടെ വ്യക്തമായ തെളിവ് തരാമെന്നുള്ള കത്ത് കോടതിക്ക് കൈമാറുക തന്നെ ചെയ്യും. കോടതി അന്വേഷണം പ്രഖ്യാപിച്ചാൽ പല കപടമുഖങ്ങളും വെളിച്ചത്ത് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അത് പറയാൻ വേണ്ടി കൂട്ടിൽ കയറാൻ തയ്യാറായി നിൽക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല.